ആറ്റുകാലമ്മേ ശരണം. അരുണാം കരുണാതരംഗിതാക്ഷീന്ദ്രിത പാശാങ്കുശപുഷ്പപാടചാപാം അണിമാധ്യഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവേ ഭവാനി. വർണ്ണനാതീതമായ ഭക്തിയോടും സന്തോഷത്തോടും കൂടിയ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആറ്റുകാലമ്മയുടെ ഇഷ്ടനിവേദ്യമായ പൊങ്കാല സമർപ്പിക്കുവാനുള്ള സുമുഹൂർത്തത്തിനായി ഭക്തജനങ്ങൾ ദിവസങ്ങൾ നിമിഷങ്ങൾ എണ്ണി വ്രതാനുഷ്ഠാനത്തോടുകൂടി ഇവിടെ ആറ്റുകാലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റുകാൽ അമ്പലത്തിൽ 25-ാം തീയതി 10:30 മണിക്കാണ് പൊങ്കാല അടുപ്പ് വെട്ട്. അത് കഴിഞ്ഞ് 2:30 മണിക്ക് പൊങ്കാല നിവേദ്യം. പൊങ്കാല അർപ്പിക്കാനായി ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ അനന്തപുരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ പൊങ്കാല അർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ വീട് വ്രതനിഷ്ഠയോടുകൂടി കാത്തു സൂക്ഷിക്കണം. അതായത് നമ്മൾ ഒരു നാട്ടിലൊക്കെ ഒരു ആചാരമുണ്ട്. അതാത് ക്ഷേത്രങ്ങളിൽ ഉത്സവവും മറ്റും നടക്കുമ്പോൾ അതാത് കൊടിയേറ്റ് തൊട്ട് 10 നാളേക്ക് അല്ലെങ്കിൽ എത്ര ദിവസത്തെ ഉത്സവമാണോ അത്ര ദിവസം നമ്മൾ വ്രതനിഷ്ഠിക്കും. അതുപോലെ തന്നെയാണ് ഇതും. കാപ്പ് കെട്ടുന്നതോടുകൂടി നമ്മുടെ പൊങ്കാല നിർബന്ധമായും വ്രതം ആചരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ആ വ്രതനിഷ്ഠയോടുകൂടി പൊങ്കാല സമർപ്പിക്കുക. ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എല്ലാവരും ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ഒരു കഷ്ടം എന്തായാലും ഉണ്ട്, ഒരു രീതി, ഒരു സമ്പ്രദായമുണ്ട്. അതാണ് അതിൻ്റെ ഒരു. പിന്നെ ചില സ്ഥലങ്ങളിൽ ചില സ്ഥലകാല ഭേദമനുസരിച്ചിട്ട് ചില വ്യത്യാസങ്ങൾ കാണും. അതൊക്കെ അതനുസരിച്ച് അതാത് നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് ചെയ്യുക, അതാണ് പ്രധാനം. ആറ്റുകാലമ്പലത്തിലെ ഇപ്പോഴത്തെ ഭക്തജനങ്ങളുടെ ഒഴുക്ക് നമുക്ക് നോക്കുമ്പോഴേക്ക് ഇത്തവണത്തെ പൊങ്കാല വളരെ വളരെ എത്രയോ ഭക്തജനങ്ങൾ, ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്താനാണ് വളരെ സാധ്യത. അപ്പോൾ ഭക്തജനങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും നമ്മുടെ പ്രകൃതിക്ക് യോജിച്ച തരത്തിലുള്ള, അതായത് വസ്ത്രങ്ങളുടെയൊക്കെ പ്രത്യേകം ശ്രദ്ധ വേണം. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, അലക്കിയതോ അല്ലെങ്കിൽ നനച്ച് ശുദ്ധമായി വെച്ചതോ ഒക്കെ ആവാം, അതൊന്നും വിരോധമില്ല. അവനവന് എത്രയാണ് അതിൻ്റെ മനസ്സ് ശുദ്ധി തോന്നുന്നത്, അവരവരുടെ മനസ്സാണ് അതിനെ ശുദ്ധി പ്രധാനമായിട്ട് നൽകുന്നത്. അതനുസരിച്ച് ചെയ്യാം. തീർച്ചയായിട്ടും ആറ്റുകാലമ്മ ശക്തി സ്വരൂപിണിയാണ്. ദേവി പലതരത്തിലും പല രൂപത്തിലും കാണാറുണ്ട്. മായ, ഈശാനി, കാളിക, ഇതിൻ്റെയൊക്കെ ചൈതന്യവിശേഷം കൊടുങ്ങല്ലൂരായാലും ചോറ്റാനിക്കരയായാലും മറ്റ് ദേവീക്ഷേത്രങ്ങളിലായാലും കാണാം. അതെല്ലാം പ്രസിദ്ധമാണ്. പക്ഷേ ഒരിടത്തൊരു നാൾ ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് നിർത്തി പൊങ്കാല അർപ്പിക്കുന്നത് ഈ ആറ്റുകാലം അതിൽ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതാണ് സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടാൻ തന്നെ കാരണം. അമ്മയുടെ അനുഗ്രഹം നേടുക എന്നാണ് ഏവരുടെയും ജീവിതാഭിലാഷം തന്നെയാണ്. അമ്മയുടെ ഏത് ഭാവവും മക്കളുടെ രക്ഷയെയും നന്മയെയും മേന്മയൊക്കെ ലക്ഷ്യമാക്കിയുള്ളതാണ്. ശരണമേ തവ ചരണയുഗം. അമ്മ സന്തോഷിച്ചാൽ രോഗശാന്തി, ക്ലേശശമനം, ദുഃഖിച്ചാലോ സർവാഭിഷ്ടസിദ്ധി എന്നാണ് പറയാറ്.